والصلاة والسلام على من لا نبي بعده. صحيح ترغيب وترهيب കിതാബ് സദഖാത്തിൽ ഗിന ഉണ്ടായിരിക്കെ അഥവാ ധന്യത ഉണ്ടായിരിക്കെ മറ്റുള്ളവരോട് ചോദിക്കുന്നത് അത് ഹറാമാണ് എന്നും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഹദീസുകളിൽ അടുത്തത് وعن عمر بن الخطاب رضي الله عنه قال قال رسول الله صلى الله عليه وسلم من سأل الناس ليثري ماله فإنما هي رضف من النار ملهبة فمن شاء فليقل ومن شاء فليكثر. കഴിഞ്ഞ ഹദീസുകളിൽ പറഞ്ഞ അതേ ആശയം തന്നെയാണ്. ആരെങ്കിലും തൻ്റെ സമ്പത്ത് അധികരിപ്പിക്കാം എന്ന നിലക്ക് ആളുകളോട് ചോദിക്കുകയാണെങ്കിൽ അവൻ ആ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ നരകത്തിലെ കത്തിജ്വലിക്കുന്ന ഒരു കല്ലിനെ പോലെയുള്ളതാണ്. ഫമൻ ഷാഅ ഫല്യുഖില്ല വമൻ ഷാഅ ഫല്യുക്സിർ. ആരാണോ കുറക്കാൻ ഉദ്ദേശിക്കുന്നത് അഥവാ ചോദിക്കുന്നതും അതുകൊണ്ട് ഉണ്ടാകുന്ന അവസ്ഥയും കുറക്കാൻ ഉദ്ദേശിക്കുന്നവൻ കുറക്കട്ടെ, അധികരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അധികരിപ്പിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. വഅൻ അസ്ലം ഖാല ഖാല ലി അബ്ദുല്ലാഹ് ബിൻ അർഖം. അസ്ലം ഉദ്ധരിക്കുകയാണ്, അബ്ദുല്ലാഹ് ബിൻ അർഖം എന്നോട് പറയുകയുണ്ടായി. അസ്ലം എന്നുള്ളത് ഉമർ റളിയല്ലാഹുവിന്റെ മൗലയായിരുന്നു. അബ്ദുല്ലാഹ് ബിൻ അർഖം ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് ബൈത്തുൽ മാലിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട സ്വഹാബിയാണ്. ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ അർഖം അസ്ലമിനോട് പറയുകയുണ്ടായി, ഉദ്ലുൽനി അലാ ബഈരി മിനൽ അതായ, ശരിയായ റിവായത്തിൽ മിനൽ മതായ അസ്തഹ്മിലു അലൈഹി അമീറുൽ മുഅ്മിനീൻ. അബ്ദുല്ലാഹ് ബിൻ അർഖം അസ്ലമിനോട് പറഞ്ഞു, എനിക്കൊരു ഒട്ടകത്തെ നീ തരണം, യാത്രക്ക് ഉപയോഗിക്കാൻ. അമീറുൽ മുഅ്മിനീന്റെ ആവശ്യത്തിന് ചില സാധനങ്ങളുമായി പോകാനും മറ്റുമാണ് ഒരു ഒട്ടകത്തെ തരണം എന്ന നിലക്ക് പറഞ്ഞു. ഖുൽതു, അപ്പോൾ അസ്ലം പറഞ്ഞു, നഅം ജമലുൻ മിൻ ഇബ്ലിസ് സദഖ. ഒരു ഒട്ടകമുണ്ട് സദഖയുടെ ഒട്ടകത്തിൽ നിന്ന്, അഥവാ സക്കാത്തിന്റെ വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ വാങ്ങിയിട്ടുള്ള ഒട്ടകത്തിൽ നിന്ന് ഒരൊട്ടകമുണ്ട് എന്ന് അസ്ലം പറഞ്ഞു. അപ്പോൾ അമീറുൽ മുഅ്മിനീന്റെ ഒരു ആവശ്യത്തിനാണ്, അപ്പോൾ സക്കാത്തിന്റെ ഇതുണ്ട് എന്നാണ് പറഞ്ഞത്, സദഖയിൽ നിന്നുള്ളത് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഫഖാൽ അബ്ദുല്ലാഹ് ബിൻ അർഖം. അപ്പോൾ അബ്ദുല്ലാഹ് ബിൻ അർഖം, അതേ അബ്ദുല്ലാഹ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു, അദ്ദേഹം വളരെയധികം ബൈത്തുൽ മാലിൽ ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷ്മത കാണിച്ചിരുന്ന ഒരാളാണ്. ഒരു തരത്തിലും അതിൻ്റെ പേരിൽ ഒരു അറ്റിയ വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു ഹദിയ വാങ്ങുകയോ ചെയ്യാതെ അതിന് കിട്ടുന്ന ശമ്പളം മാത്രം നോക്കി വളരെ സൂക്ഷ്മത കാണിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹ് ബിൻ അർഖം പറഞ്ഞു, അതുഹിബ്ബു ലൗ അന്ന റജുലൻ ബാദിനൻ ഫീ യൗമി ഹാരിൻ. നീ ഇഷ്ടപ്പെടുന്നുണ്ടോ തടിച്ചു കൊഴുത്തൊരു വ്യക്തി ചൂടുള്ള ഒരു ദിവസത്തിൽ ഗസല മാ തഹ്ത ഇസാരിഹി വറുഫ്ഗൈഹി, അവൻ്റെ താഴ്വസ്ത്രത്തിന് താഴെയും അതുപോലെ കക്ഷത്തിന് ചുവട്ടിലെല്ലാം കഴുകിയിട്ട് സുമ്മ അതാകഹു ഫശരിബ്തഹു, നിനക്ക് ആ കഴുകിയ വെള്ളം നിനക്ക് നൽകുകയും അത് നീ കുടിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ ചോദിച്ചു. ഖാല ഫഗദിബ്തു. അസ്ലം പറയാണ്, എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യം വന്നു. വഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു, യഗ്ഫിറുല്ലാഹു ലക് ലിമ തഖൂലു മിസ്ല ഹാദാ ലി. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നൽകട്ടെ, എന്തിനാണ് ഇതുപോലെ ഇങ്ങനെ ഒരു വാക്ക് എന്നോട് പറഞ്ഞത്? അപ്പോൾ അബ്ദുല്ലാഹ് ബിൻ അർഖം പറഞ്ഞു, ഫഇന്നമ സദഖ ഔസാഖുൻ നാസി യഗ്സിലൂനഹാ അൻഹും. ഈ സദഖ എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ അഴുക്കാണ്. അവർ അവരുടെ പാപങ്ങളും അഴുക്കുമെല്ലാം കഴുകിക്കളയാനുള്ള, അതിന് പുറത്തു കിട്ടാനുള്ള, അതിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗമായിട്ടാണ് ഈ സദഖയും സക്കാത്തും എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് അർഹതയില്ലാത്ത കാര്യത്തിന് എടുക്കാൻ പറ്റില്ല എന്നറിയിക്കാനാണ് അബ്ദുല്ലാഹ് ബിൻ അർഖം ഈ വാക്ക് പറഞ്ഞത്. ഇതിവിടെ ഈ ഹദീസ് ഈ ബാബിൽ കൊടുക്കാനുള്ള കാരണം, അർഹതയില്ലാത്ത ആളുകൾ, ഇപ്പോൾ സക്കാത്തിന്റെ അത് അവകാശപ്പെട്ട ആളുകളുണ്ട്, അതുപോലെയുള്ള അതിന് യോഗ്യരായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ അർഹതയില്ലാത്ത ആളുകൾ ഇതുപോലെ ആളുകൾ ചോദിക്കുന്നതോ അല്ലെങ്കിൽ അർഹതയില്ലാത്തത് വാങ്ങുന്നതോ ചെയ്യുന്നത് ഇത്രയും മോശപ്പെട്ട ജനങ്ങളുടെ അഴുക്ക് വാങ്ങുന്നത് പോലെയാണ് എന്ന് അറിയിക്കുകയായിരുന്നു അബ്ദുല്ലാഹ് ബിൻ അർഖം. وعن علي رضي الله عنه قال, علي رضي الله عنه പറയുന്നു, قلت لعباس سل النبي صلى الله عليه وسلم يستعملك على الصدقة. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവ്യനായിട്ടുള്ള അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക, സദഖയുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് സദഖ സ്വീകരിക്കുന്ന, വാങ്ങുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജോലിക്ക് നിങ്ങളെ ഏൽപ്പിക്കണം എന്ന് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞു. ഫസഅലഹു, അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് ആവശ്യപ്പെട്ടു. ഖാല മാ കുൻതു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ കുൻതു ലിഅസ്തഅമിലക അലാ ഗുസാലതി ദുനൂബിൻ നാസ്
ജനങ്ങളുടെ അഴുക്കുകൾ കഴുകിയതുമായി ബന്ധപ്പെട്ടൊരു ജോലിക്ക് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയില്ല, ആക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹുവിനോട് പറയുകയുണ്ടായി. ഇത് പ്രധാനമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബമായിട്ടുള്ള അബ്ബാസ് റളിയല്ലാഹുവിനെ അങ്ങനെ ഒരു ജോലി ഏൽപ്പിക്കുന്നതിലും അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ ഒരു സംശയമില്ലാതിരിക്കാൻ, കാരണം സ്വന്തം കുടുംബത്തിലെ ആളുകളെ ഇതുപോലെ സമ്പത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു എന്ന നിലക്ക് വരാതിരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ബാസ് റളിയല്ലാഹുവിനെ അത് ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ ഹദീസിൽ പ്രധാനപ്പെട്ട ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സദഖയെ പറഞ്ഞത് ഗുസാലത്തു ദുനൂബിന്നാസ് എന്നാണ്. അഥവാ ജനങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞിട്ടുള്ളതാണ് ഈ സദഖ എന്ന് പറയുന്നത്. സക്കാത്ത് ആവട്ടെ സദഖ ആവട്ടെ അവരുടെ പാപങ്ങളെ അവരെ ശുദ്ധീകരിക്കാനുള്ള മാർഗമാണ്. അപ്പൊ അത് അതിന് അർഹരായ ആളുകളെ വാങ്ങാൻ പാടുള്ളൂ. ഖനിയായിട്ടുള്ള ആളുകൾ അത് വാങ്ങുന്നതിന്റെ ഗൗരവം അറിയിക്കാനാണ് ഈ ഹദീസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. وعن أبي عبد الرحمن عوف بن مالك الأشجعي رضي الله عنه قال كنا عند رسول الله صلى الله عليه وسلم 9 أو 8 أو 7. ഔഫ് ബിൻ മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ 9, 8, 7 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലുണ്ടായിരുന്നു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, അലാ തുബായിഊന റസൂലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്യുന്നില്ലേ? വകുന്ന ഹദീഫി അഹ്ദി ബിബൈഅ, അപ്പോൾ സഹാബി പറയാൻ ഞങ്ങൾ വളരെ അടുത്ത് ബൈഅത്ത് ചെയ്ത ആളുകളായിരുന്നു. ഫഖുൽന, അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഖദ് ബായഅനാക യാ റസൂലല്ലാഹ്, റസൂലേ ഞങ്ങൾ നിങ്ങളോട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. സുമ്മ ഖാല, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ തുബായിഊന റസൂലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്യുന്നില്ലേ? ഫബസത്ന ഐദിയന വഖുൽന, അപ്പോൾ ഞങ്ങളുടെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഖദ് ബായഅനാക യാ റസൂലല്ലാഹ് ഫഅലാ മൻ നുബായിഉ, ഞങ്ങൾ ബൈഅത്ത് ചെയ്തതാണ് റസൂലേ, ഇനി എന്തിന്റെ മേലാണ് ഞങ്ങൾ ബൈഅത്ത് ചെയ്യേണ്ടത്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൻ തഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, ഒന്നിനെയും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. വസ്സലവാത്തിൽ ഖംസ്, 5 വക്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുമെന്നുള്ളതിൽ. വതുതീഉ, അതുപോലെ തന്നെ അനുസരിക്കുക എന്ന നിലക്ക് പറഞ്ഞു. വസറ കലിമത്തൻ ഖഫിയ, ശബ്ദം കുറച്ചുകൊണ്ട് രഹസ്യമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തസ്അലുന്നാസ ഷൈഅ, നിങ്ങൾ ജനങ്ങളോട് ഒന്നും തന്നെ ചോദിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കുറഞ്ഞ സ്വഹാബികളിൽ നിന്ന് ബൈഅത്ത് വാങ്ങുകയുണ്ടായി. എന്നിട്ട് ഔഫ് ബിൻ മാലിക് അൽ-അശ്ജഈ പറയാണ്, ആ ബൈഅത്ത് ചെയ്തതിന് ശേഷം ഫലഖദ് റഅയ്തു ബഅദ ഉലൈക നഫ, ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, യസ്ഖുതു സൗതു അഹദിഹിം, അവരുടെ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് അതിന്റെ കടിഞ്ഞാണോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ താഴ്ത്ത് വീണാലും ഫമയസ്അലു അഹദൻ യുനാവിലുഹു ഇയ്യാഹ്, അത് എടുത്തു തരാൻ പോലും ഒരാളോടും അവർ ആവശ്യപ്പെടാറുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ മറ്റുള്ള ആളുകളോട് അർഹതയില്ലാത്തത് ചോദിക്കുന്നത് തന്നെ അതിന്റെ ഗൗരവം നമ്മൾ കണ്ടു. ഇത് അല്ലാതെയുള്ള ചോദ്യങ്ങൾ തന്നെ ഒഴിവാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഹദീസാണിത്. ഇതെല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല, എന്നാൽ ഈ കുറഞ്ഞ ആളുകൾക്ക് അത് കഴിയും എന്നുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഇവരിൽ നിന്ന് ആ ബൈഅത്ത് വാങ്ങിയത്. എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ്, എല്ലാവർക്കും സാധിച്ചുകൊള്ളണം എന്നില്ല, എന്നാലും പരിശ്രമിക്കേണ്ടത്. എന്നാൽ അർഹതയില്ലാത്തത് ആളുകളോട് ചോദിക്കുക, യാചിക്കുക, ആവശ്യമില്ലാതെ ഇതുപോലെ ചോദിക്കുക എന്നുള്ളതെല്ലാം ഒഴിവാക്കേണ്ട കാര്യമാണ്. അതേസമയം കടബാധ്യത കൊണ്ടോ അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ടോ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അത് അനുവദനീയവുമാണ്. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.